T20 ലോകകപ്പ് ക്രിക്കറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ രണ്ട് ഗ്രൂപ്പിലും കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഗ്രൂപ്പ് 1-ൽ പരാജയമറിയാതെ മുന്നേറുന്ന ഇന്ത്യ 4 പോയിന്റുമായി ഒന്നാമതാണ്. ഇന്ത്യ സെമി ഫൈനൽ ഏകദേശം ഉറപ്പാക്കി കഴിഞ്ഞു. രണ്ടാമത് 2 പോയിന്റുള്ള ഓസ്ട്രേലിയ സെമിയിൽ കടക്കാൻ ഇന്ത്യയെ തോൽപ്പിക്കണം. കാരണം മൂന്നാമതുള്ള അഫ്ഗാനിസ്ഥാനും 2 പോയിന്റാണുള്ളത്. അടുത്ത മത്സരത്തിൽ അവർ ബംഗ്ലാദേശിനെ വലിയ മാർജിനിൽ തോൽപ്പിച്ചാൽ ഓസ്ട്രേലിയയുടെ റൺ റേറ്റ് മറികടക്കാനായാൽ അഫ്ഗാനിസ്ഥാൻ സെമിയിൽ കടക്കും. ഓസ്ട്രേലിയ ഇന്ത്യയോട് തോറ്റാലും ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് അഫ്ഗാനിസ്ഥാന് സെമിയിലെത്താം. നാലാമതുള്ള ബംഗ്ലാദേശ് 2 മത്സരം തോറ്റ് പുറത്തായ സ്ഥിതിയിലാണ്. എങ്കിലും അഫ്ഗാനിസ്ഥാനെ മികച്ച രീതിയിൽ തോൽപ്പിച്ചാൽ ഓസ്ട്രേലിയ ഇന്ത്യയോടും തോറ്റാൽ അവർക്കും വിദൂര സാധ്യതയുണ്ട്. ഗ്രൂപ്പ് 2-ൽ മത്സരം കഠിനമാണ്. 2 മത്സരവും ജയിച്ച ദക്ഷിണാഫ്രിക്ക 4 പോയിന്റുമായി ഒന്നാമതുണ്ട്. വിൻഡീസ് 2 പോയിന്റുമായി രണ്ടാമതും ഇംഗ്ലണ്ട് 2 പോയിന്റുമായി മൂന്നാമതും. USA പോയിന്റൊന്നുമില്ലാതെ അവസാന സ്ഥാനത്തുമാണ്. ഇന്ന് ഇംഗ്ലണ്ട് USA തോൽപ്പിച്ചാൽ 4 പോയിന്റോടെ രണ്ടാമതെത്തും. അങ്ങനെ വന്നാൽ ദക്ഷിണാഫ്രിക്ക വിൻഡീസ് മത്സരം ഗ്രൂപ്പിലെ ആദ്യ 2 സ്ഥാനക്കാരെ നിശ്ചയിക്കും. കാരണം ദക്ഷിണാഫ്രിക്കയ്ക്ക് 4 പോയിന്റ്, ഇംഗ്ലണ്ട് USA തോൽപ്പിച്ചാൽ 4 പോയിന്റ്, വിൻഡീസ് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചാൽ അവർക്കും 4 പോയിന്റ്. അപ്പോൾ റൺ റേറ്റ് വില്ലനാകും. നിലവിൽ വെസ്റ്റ് ഇൻഡീസാണ് +1.8 റൺ റേറ്റിൽ ഒന്നാമത്. പിറകെ സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും. ഇംഗ്ലണ്ട് ഇന്ന് റൺ റേറ്റ് ഉയർത്തിയാൽ അവർ ഒന്നാമതാകും. ദക്ഷിണാഫ്രിക്കയെ വിൻഡീസ് തോൽപ്പിച്ചാൽ അതോടെ സൗത്ത് ആഫ്രിക്ക പുറത്താകും.